സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഹണി റോസ് എല്ലാ നിയമ സാധ്യതയും തേടി താൻ നിങ്ങൾക്ക് നേരെ വരുമെന്ന് ഹണി റോസ് പറഞ്ഞു. വിവരങ്ങളുമായി എഡ്വിൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. എഡ്വിൻ, കഴിഞ്ഞ ദിവസം എന്തായാലും പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ നടി തീരുമാനിച്ചിരിക്കുന്നു. ആ കേസിൽ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി ആളുകൾ നിറഞ്ഞു വരികയാണ്. കാരണം ഈ വാർത്തയ്ക്ക് അടിയിൽ പോലും സമാനമായി തന്നെയുള്ള കമന്റുകൾ കാണാം. അപമാനിക്കുന്ന വ്യക്തിക്കെതിരെയാണ് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യ പ്രചരണം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് നടിയുടെ പോസ്റ്റർ താഴെ വ്യാപകമായ രീതിയിൽ അധിക്ഷേപ കമന്റുകൾ ഉണ്ടായത്. അല്ലെങ്കിൽ അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കമായ കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഇതിൽ 30 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതിൽ രാവിലെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഹണി റോസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിന്റെ പോസ്റ്റ് എങ്ങനെയാണ്: ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിക്കാൻ പൊതുനിധിയിൽ എത്തിയില്ല. ഇവർ ഓരോരുത്തരും അവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിന് ഉത്തരവാദിയില്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പൊതുവിന്റെ ഭാഗമാണ്. എന്റെ വസ്ത്രധാരണത്തെ കുറിച്ചോ എന്നെ കുറിച്ചോ ക്രിയാത്മകമായോ സാധാത്മകമായോ വിമർശിക്കുന്നതിൽ തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല, പരാതിയില്ല. പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗങ്ങൾക്ക് ഒരു റീസർവ് റെസ്ട്രിക്ഷൻ വരണം എന്ന് വിശ്വസിക്കുന്നു. ആയതിനാൽ എന്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അശ്ലീല പരാമർശം ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും. ഒരിക്കൽ പറയുന്നു, സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല സംഭാഷണ പണ്ഡിതന്മാരെ നിങ്ങളുടെ ഈ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇത്തരത്തിലൊരു പോസ്റ്റിലൂടെ ഇത്തരത്തിൽ അശ്ലീല കമന്റ് എടുത്ത ആളുകൾക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് തന്നെയാണ് ഇത്തരത്തിൽ ഹണി റോസ് മുമ്പോട്ട് പോകുന്നത്. ഇത്തരത്തിൽ രാവിലെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുമ്പള ഷാജിയാണ് DCPയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ പനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദൃശ്യം നടത്തിയ പല അക്കൗണ്ടുകളും വ്യാജമാണ്. ഇതിന്റെ ഉടമസ്ഥരെ കണ്ടെത്താൻ സൈബർ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ദ്വൈതപ്രയോഗം നടത്തി പിന്നാലെ ഉപദ്രവിക്കുന്ന വ്യക്തിയുടെ പേര് എന്തായാലും ഹണി റോസ് ഇത്തരത്തിൽ അശ്ലീല പരാമർശം നടത്തുന്ന ആളുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമപരമായി എല്ലാ സാധ്യതയും തേടും എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രഖ്യാപനം.